ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ പരിചയമില്ലാത്ത ആളുകളൊന്ന് വിളിച്ചപ്പോ മോൾ എന്തിനാ അവരുടെ കൂടെ പോയത്? അച്ഛൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോയത്. അങ്കിളിനും ആന്റിക്കും എന്നെ കാണണോന്ന് പറഞ്ഞതുകൊണ്ടാ വിളിച്ചതെന്ന് അവര് പറഞ്ഞു. മോൾ അച്ഛൻ്റെ കണ്ടോ? ഇല്ല. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ആ അങ്കിളിന് ഒരു ഫോൺ വന്നു. അപ്പോ ആന്റി എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് അച്ഛനായിരിക്കും. മോളിങ് എത്തിയോന്നറിയാൻ വിളിക്കുന്നതാ. മോളെ, അമ്മ ആവണി മോൾ എവിടെ എത്തിയോ? ആ ദാ ഇപ്പൊ ഒരു കാറിൽ ആരോ കൊണ്ട് വിട്ടു. ഓഫീസിൽ നിന്ന് നിങ്ങൾ അയച്ച സ്റ്റാഫാന്നാ മോള് പറഞ്ഞത്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അവളേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, മോളിപ്പോ എവിടെയാ? അമ്മ, അവരാരും ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫൊന്നും അല്ല. അവരെല്ലാം ആ ചെങ്കൽ മധുവിന്റെ ഗുണ്ടകളാ. അവരാ മോളെ പിടിച്ചോണ്ട് പോയത്. പിന്നെ വളരെ സന്തോഷത്തോടെയാണല്ലോ അവർ മോളെ ഇവിടെ കൊണ്ടുവിട്ടത്. മോള് വളരെ ഹാപ്പി ആയിരുന്നല്ലോടി. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, അച്ഛൻ എന്താ പറഞ്ഞേ? ചെങ്കൽ മധുവിന്റെ ആൾക്കാർ തന്നെയാ മോളെ കൊണ്ടുപോയതെന്ന്. കുട്ടി സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയില്ലേ? ഇനി വെക്കോ. പക്ഷെ ഒന്നോർക്കണം, എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാ ഇപ്പൊ ഈ ട്രയൽ നടത്തിയത്. ഇപ്പൊ ഈ ചെറിയ സമയം കൊണ്ട് നീ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു. ഇനിയും ഇതൊക്കെ ആവർത്തിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്നെ ശത്രുപക്ഷത്തുമാക്കി. ഇതിനേക്കാളും വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും അനൂപേട്ടനെ സച്ചിയേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും.